നമസ്കാരം. നമസ്കാരം. ഫവാസ്, നമ്മൾ ഇന്ന് ആരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? വി ഡി സതീശനെ കുറിച്ച് തന്നെ സംസാരിച്ചാൽ നമ്മൾ അനേക മണിക്കൂറുകൾ, അനേക എപ്പിസോഡുകൾ വി ഡി സതീശൻ്റെ മഹത്വത്തെക്കുറിച്ചും വി ഡി സതീശൻ മുന്നണി നേതാവാകേണ്ടതിനെക്കുറിച്ചും മുഖ്യമന്ത്രി ആകേണ്ടതിനെക്കുറിച്ചും അനുകൂലിച്ച് സംസാരിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചില നേതാക്കൾ, കെ സി വേണുഗോപാലിൻ്റെ പേര് പറയുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേര്, പലരും സതീശന് എതിരായി പ്രവർത്തിക്കുന്നു, അല്ല ഗൂഢമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും ഇവരുടെ വക്താക്കൾ മാത്യു കൊള്ളാണ്ടൻ, ജിൻഡോ ജോൺ തുടങ്ങിയവർ, കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഗവൺമെൻറ്റിനെതിരായിട്ട് പരസ്യമായിട്ട് വരികയും അങ്ങനെ സതീശന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവരെക്കാളൊക്കെ പ്രധാനം സതീശന് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു വിമർശനം മറ്റാരിൽ നിന്നല്ല, ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്ന, ശാസ്ത്ര സാഹിത്യപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്ന ഡോക്ടർ സി ആർ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കമൻറ്റുകളാണ്. ആ കമൻറ്റുകളെക്കുറിച്ച് താങ്കൾക്ക് നന്നായിട്ടറിയാം. അപ്പം അദ്ദേഹം അതിൽ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അദ്ദേഹം തൃശ്ശൂരുകാരൻ കൂടിയാണ്, സംസ്കാര നിലയെന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയതും അത് മുഖാന്തരം ഒരു BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തുടക്കം ഇങ്ങനെയാണ്: വി ഡി സതീശൻ്റെ നിലപാടും DGPയുടെ വീഴ്ചയും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സാധനം തുടങ്ങുന്നത് തന്നെ. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് SIT റിപ്പോർട്ടിലെ മൗനം, UDF സർക്കാരിൻ്റെ മൗനം എന്നുള്ളതാണ്. അതിൽ പറയുന്നത് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ലക്ഷ്യബോധം ഉണ്ടായിരുന്നെങ്കിൽ SIT റിപ്പോർട്ട് ലഭിച്ച ദിവസം തന്നെ DGPയോട് നിഷ്പക്ഷമായ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടണമായിരുന്നു. അദ്ദേഹം ആദ്യം പരാമർശിക്കുന്ന സാധനമാണ്. മറ്റൊരു കാര്യം പറയുന്നത്, ആഭ്യന്തരമന്ത്രിക്ക് ഉദ്യോഗസ്ഥരുമായി ഫയലിലൂടെ മാത്രമേ സംസാരിക്കാനാകൂ എന്ന വാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ന്യായീകരണം മാത്രമാണ്. ഇതാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതൊരു ഇത് കേവലം ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ മർദ്ദിച്ച സംഭവം മാത്രമല്ല, കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രതീകാത്മകമായ മനുഷ്യാവകാശത്തിന്റെ വിഷയം കൂടിയാണ്. ഒരു മനുഷ്യാവകാശ വിഷയം കൂടിയാണിത്. ഒരാൾ ആക്രമിച്ചു എന്നുള്ളതിനപ്പുറം ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണിത്. അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ആദ്യമായി വി ഡി സതീശനും പിന്നീട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഉന്നയിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കെതിരെയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ ന്യായങ്ങളും വി ഡി സതീശന് എടുക്കാത്ത നിലപാടുകളും അജിത് കുമാറിന്റെ വിഷയത്തിൽ എടുക്കാത്ത നിലപാടുകളും അദ്ദേഹം ആദ്യം പരാമർശിക്കുന്നു. പിന്നെ പറയുന്നൊരു കാര്യം അധികാര ദുർവിനിയോഗവും അഴിമതിയും എന്നുള്ളൊരു തലക്കെട്ടിൽ അദ്ദേഹം പിന്നീട് പറയുന്ന കാര്യം, അജിത് കുമാർ നൂറുകണക്കിന് ആളുകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. അത് വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയുന്നത്, അഴിമതി നടത്തിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ അതിക്രൂരമായിട്ട് പല രീതിയിലും അവരെ മാനഭംഗപ്പെടുത്താൻ എന്നല്ല, അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, കൊലപാതകം വരെ ടാർഗറ്റ് ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തൃശ്ശൂർ പൂരത്തിലോട്ട് അദ്ദേഹം വരുന്നത്. സംഘപരിവാറിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച തൃശ്ശൂരുകാരുടെ കൺമുന്നിലൂടെ നടന്ന സംഭവമാണ്. ഞങ്ങളിതെല്ലാം നേരിട്ട് കണ്ട് സാക്ഷ്യം വഹിച്ച ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അജിത് കുമാർ എന്ത് റോളാണ് അവിടെ എടുത്തത് എന്നുള്ളതും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ UDF അക്കാലത്ത് LDF പിൽക്കാലത്ത് UDF എടുത്ത നിലപാട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം. പിന്നീട് ഭരണപ്രതിപക്ഷത്തിൻ്റെ സഹകരണം എന്നുള്ള തലക്കെട്ടിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഭരിക്കുന്നത് ഏത് പാർട്ടിയായാലും വൻകിട പണക്കാർ, സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, SI IAS IPS ഉദ്യോഗസ്ഥർ, മാധ്യമ ഉടമകൾ, ന്യായീകരിക്കപ്പെടുന്നവർ, ഇത്തരത്തിലുള്ളവർക്ക് ആവശ്യങ്ങൾക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നിലവിൽ കേരളത്തിലുള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ അജിത് കുമാറിൻ്റെ സംരക്ഷണം, രാഷ്ട്രീയക്കാർ അജിത് കുമാറിന് DGP പദവി നൽകാൻ ശ്രമിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഒരു പ്രവാസി വ്യവസായിയുടെ സമ്മർദ്ദം മൂലമാണെന്ന വാർത്തകൾക്ക് ശക്തി പകരുന്നു. തെക്കൻ കേരളം, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ ഭാഗത്ത് നിന്നുള്ള ഏതോ ഒരു വ്യവസായി പ്രമാണിക്ക് വേണ്ടിയിട്ടാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചു വെക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ സൂക്തം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു തലക്കെട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, പാലാരിവട്ടം കേസിൽ കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടരും ഭരണത്തിലിരിക്കുമ്പോൾ തെറ്റുവരും, പരസ്പരം കണ്ണടച്ചു ആ കാര്യങ്ങൾ വിടണം എന്നുള്ളൊരു തലക്കെട്ടും അദ്ദേഹം ഡബിൾ കോട്ട് ചെയ്തൊരു ബ്രാക്കറ്റിൽ ആ സാധനം പറയുന്നുണ്ട്. കവിയൂർ കേസ്, ഐസ്ക്രീം പാർലർ കേസ്, സൂര്യനെല്ലി കേസ്, TP കേസ്, ബാർക്കോഴ, അജിത് കുമാർ, ഉള്ളാപ്പള്ളി തുടങ്ങിയ പല കേസുകളിലും പരസ്പരം ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു എസ്സേ തന്നെ അദ്ദേഹം എഴുതിയിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളോടുള്ള അമർഷം, പിണറായി വിജയന്റെ ഉദാഹരണം, ഭാവിയിൽ UDFനും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മുന്നറിയിപ്പ്, ഇങ്ങനെ വിശാലമായ സംഭവമാണ്. അപ്പം ഇതെല്ലാം കൃത്യമായി വിരൽ ചൂണ്ടുന്നത് UDFനും വി ഡി സതീശനും അതുപോലെ മുൻ സർക്കാരിനെതിരെ. അദ്ദേഹം മുൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, അവരെയും പരാമർശിക്കുന്നുണ്ട് അതിരൂക്ഷമായി. അവരെടുത്ത അതേ പാതയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ UDFും പോകുന്നതെന്നുള്ളതും, ഇങ്ങനെ പോവുകയാണെങ്കിൽ പിണറായി വിജയൻ ഇല്ലാണ്ടായ പോലെ തന്നെ വി ഡി സതീശൻ സർക്കാരും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടും എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സാർ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? അല്ലേ, ഇപ്പം അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങൾ, സി ആർ പരമേശ്വരൻ പറഞ്ഞ പ്രശ്നങ്ങൾ ആരും നിഷേധിക്കാൻ തോന്നില്ല. നമ്മുടെ എല്ലാം മുമ്പിൽ, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സത്യത്തിൻ്റെ ഭാഗം തന്നെ അദ്ദേഹവും പറയുന്നത്.
പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലെന്നുള്ള സംശയം പറഞ്ഞു, അല്ലെ സസ്പെൻഡ് ചെയ്യുമോ ഇല്ലെന്നുള്ള സംശയം പറഞ്ഞു. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു, അല്ലെ പുറത്താക്കാൻ തീരുമാനിച്ചു. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പ്രശാന്തിൻ്റെ പേരിൽ നടപടിയെടുത്തു. പക്ഷേ ഇത് ഈ പബ്ലിക്കിൻ്റെ പ്രഷറിൽ നടപടിയെടുത്തു, അല്ലെ കോടതിയുടെ ഇൻ്റർവെൻഷനിൽ നടപടിയെടുത്തു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ശരിക്കും കോടതിയുടെ തീരുമാനപ്രകാരം വിടണമായിരുന്നു. കോടതി അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട, മറിച്ച് കോടതിയുടെ ആ തീരുമാനം ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് എടുക്കാൻ നോക്കണ്ടേ. ഈ റിപ്പോർട്ട് ഇടാൻ ഇത്ര താമസിച്ച് എന്തിനാ? എത്രയോ നാളായിട്ടാണ് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് ഇത്രയും കാലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ സാധനം നീട്ടിവെച്ചു എന്നുള്ളതാണ്. നീട്ടിവെച്ചു. അപ്പോൾ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ പറഞ്ഞു കഴിഞ്ഞാൽ DGP കൈവശമുള്ള ഒരു ഇൻഫർമേഷൻ, അതിന് റൈറ്റിങ്ങിലാണെങ്കിലും ഓറലായാലും മെയിലായിട്ടാണെങ്കിലും വാട്സാപ്പ് മെസ്സേജ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഇത്രയും വളർന്ന യുഗത്തിൽ ഇന്ന് 10 മണിക്ക് DGP മേശപ്പുറത്ത് വന്നാൽ DGP അതൊന്ന് ഓടിച്ചു നോക്കാൻ ഒരു ദിവസം എടുത്ത് പിറ്റേ ദിവസം 10 മണിക്ക് റിപ്പോർട്ട് മാത്രം നോക്കിയാൽ മതി. ഫൈൻഡിങ്സ് അല്ല ചോദിക്കുന്നത്, റിപ്പോർട്ടിലെ വിവരങ്ങൾ അത് അറിയിക്കാൻ ഒരു ദിവസത്തിനുള്ളിൽ വേണോ, അല്ലെ 2 ദിവസത്തിനുള്ളിൽ വേണോ? ഇവിടെ കൊണ്ടുവിടാമെന്ന് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റുന്ന ആഭ്യന്തരമന്ത്രി, അത് പറയാൻ പറ്റുന്ന മുഖ്യമന്ത്രിയാണ്. ഇവർ ആരാണ് ഇതിനകത്ത് കള്ളപ്പള്ളി, അതോ രണ്ടുപേരും കൂടെ ചേർന്നാണോ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നറിയില്ല. പക്ഷേ അജിത് കുമാറിന് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തു, അദ്ദേഹത്തോട് ആവശ്യത്തിൽ കൂടുതൽ ലീനിയൻസ് കാണിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പരാമർശിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം തെക്കൻ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും? ഒത്തിരി പേരുടെ പേര് വരും, ഒത്തിരി ആൾക്കാരുടെ പേര് ആ കൂട്ടത്തിലേക്ക് വരും. അദ്ദേഹം കൃത്യമായിട്ട് ഒരാളുടെ പേരാണ് നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നിർദ്ദേശിക്കുന്നില്ല, അതാണ് നമ്മളെ കൺഫ്യൂഷൻ. തെക്കൻ കേരളത്തിലെ വ്യവസായം എന്ന് പറഞ്ഞാൽ UDF ആയിട്ട് ബന്ധമുള്ള വ്യവസായി രവി പിള്ളയ്ക്ക് കാണും, പിണറായി വിജയനുമായിട്ടും ബന്ധമുണ്ട്, UDF ആയിട്ടും ബന്ധം കാണും. അല്ലാതെ അത്രയും പ്രമുഖ വ്യവസായി തെക്കൻ കേരളത്തിലില്ല. പിന്നെ കശുവണ്ടി കള്ളക്കടത്തുകാർ, അങ്ങനെ ഇടത്തരക്കാർ ഒത്തിരി പേരുണ്ട്. എന്തിന് കർത്താവ് തന്നെ തെക്കൻ കേരളത്തിലല്ലേ ബിസിനസ് ചെയ്യുന്നത്? കരുനാഗപ്പള്ളി ഭാഗത്തല്ലേ കർത്താവ് ആകാം, ശശിധരൻ കർത്താവ് വലിയ വ്യവസായിയല്ലേ. പിണറായി വിജയനൊക്കെ മാസം തോറും കാശ് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ ഇതെന്തിന് അജിത് കുമാറിനെ എന്തിനു രക്ഷിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇരു മുന്നണികൾക്കും വേണ്ടപ്പെട്ട നേതാവ് തന്നെ. അതെന്തുകൊണ്ട്, എങ്ങനെ അജിത് കുമാർ അങ്ങനെ വേണ്ടപ്പെട്ട നേതാവായി? ഇവരിൽ ആരെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവരിൽ എല്ലാവരെയും കുറിച്ചോ വളരെ ഗുരുതരമായ പല കാര്യങ്ങളും നേരറിവുള്ള ആളായിരിക്കും അജിത് കുമാർ. പൂരം എങ്ങനെയാണ് തകർത്തതെന്നറിയാമല്ലോ. അതിന് CPM സഹായം കിട്ടിയിട്ടുണ്ടല്ലോ. ആ വിവരം നാളെ അജിത് കുമാർ പറയേണ്ടി വന്നാൽ പറയും. RSSുമായിട്ടുള്ള ബന്ധം പറയേണ്ടി വരും. ഓരോ അപ്പോൾ പത്തനംതിട്ട ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ എന്ത് നടന്നെന്ന് പറയേണ്ടി വരും, അല്ലേ? ഇതൊക്കെ നാളെ പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പിന്നെ നമ്മൾ കേരളത്തിലെ ജനങ്ങളെ പാറ്റായ വിളിക്കേണ്ടി വരും. പാറ്റായ ഇലിയോ കൊതുകിനെയോ പെഴുതാരെയൊക്കെ വിളിക്കേണ്ടി വരും. ഈ നേതാക്കന്മാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതാ. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആദ്യം വഴിയിലിറങ്ങി മുദ്രാവാക്യം വിളിക്കും, ചെകുവേരയുടെ ജേഴ്സിയൊക്കെ ഇട്ടുകൊണ്ട് പോകും. അതിനപ്പുറത്തേക്ക് സഹി കെടുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങും, സമരമായിട്ടിറങ്ങും. മുദ്രാവാക്യം വിളിച്ച സമരമല്ല, ആ ജീവൻ പണയം വെച്ചുള്ള സമരമായിട്ടിറങ്ങും. അത് നമ്മൾ അവിടെ കണ്ടത്, ഡൽഹി കണ്ടതാണ്. കേരളത്തിലേക്ക് ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ പോയാൽ ട്രെയിനാണ് പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം എടുക്കുമായിരിക്കും. 48 മണിക്കൂറല്ലേ, 60 മണിക്കൂർ താഴെ എടുക്കുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് സമരം ഇവിടെ വ്യാപിക്കും. ഇതിൽ ശ്രദ്ധിക്കണം, കേരളം നിശ്ചലമായിരുന്നു ഈ പ്രശ്നം നടക്കുമ്പോൾ. ഒരു യൂണിവേഴ്സിറ്റിയിലും സമരം ഉണ്ടായില്ല, പഠിപ്പുണൊക്കെ ഉണ്ടായാലും. എത്ര നാളെ ഇവർ അവിടെ 35 ദിവസമായി. ഇപ്പോഴാണ് റഹീമിനൊക്കെ അണക്കം വന്നിരിക്കുന്നത്. കേരളത്തിൽ എത്ര കോളേജ് പഠിപ്പുണൊക്കെ നടന്നു? ഒരു വിദ്യാഭ്യാസ ബന്ദ് നടത്താൻ പറ്റിയോ? ഹർത്താൽ നടത്താൻ പറ്റിയോ? അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആ സമരത്തിലും കോൺഗ്രസിന് സജീവ പങ്കാളിത്തം ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ ആരാണ് കേരളത്തെ ഭരിക്കുന്നത് എന്നറിയേണ്ടി വരും. രമേശ് ചെന്നിത്തലയാണോ ഭരിക്കുന്നത്? സതീശനാണോ ഭരിക്കുന്നത്? KCB ആണോ? ഇവർ പരസ്പരം കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. KC ഇടപെട്ടിട്ടാണ് ഇങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് ഇങ്ങനെയായിരുന്നോ? സതീശന് ഉത്തരവാദിത്വമുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും കൂടിയാണ്. അപ്പോൾ അജിത് കുമാറിൻ്റെ കയ്യിൽ തുടർന്നുള്ള നടപടികൾ എന്താണെന്നറിയാൻ ജനം നോക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പിണറായി വിജയൻ്റെ ഒരു ഉദാഹരണം വെച്ചിങ്ങാണ്ട് സതീശനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, മാധ്യമ രാഷ്ട്രീയ തന്ത്രങ്ങളും കായബലവും കൈമുതലുണ്ടായിരുന്നിട്ടും പിണറായി വിജയൻ ഇന്ന് ജനങ്ങളാലും സ്വന്തം പാർട്ടി അണികളാലും തള്ളപ്പെട്ടവനാണ്. ഇതേ വിഷയമാണ് ഇനി UDF നേരിടാൻ പോകുന്നത്. സതീശൻ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്കുള്ളിലും ജനങ്ങളാലും തള്ളപ്പെടുന്ന രീതിയിലോട്ട് പോകും എന്നുള്ളതാണ്. കാരണം പാർട്ടി വിഷയം ബന്ധപ്പെട്ട് അജിത് കുമാറിനോട് കൂടുതൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു സിമ്പതി അല്ലെങ്കിൽ എമ്പതി കാണിക്കുന്നു എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പോൾ പാർട്ടിയാലും
ജനങ്ങളാലും തള്ളപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹം പറയാണ്ട് പറയുന്നുണ്ട്. അല്ല, അത് നമുക്കറിയാമല്ലോ. നമ്മൾ നമ്മൾ വൃത്തികെട്ട ഒരു ഉപമയാണ്. എന്നാൽ പോലും ഇവരെയൊക്കെ താങ്ങിയാൽ ഇവർ നാറും, ഉറപ്പായിട്ടും നാറും. അജിത് കുമാറിനെ താങ്ങി ആണ് പിണറായി വിജയൻ നാറിയതിൻ്റെ ഒരു കാരണം അതല്ലേ? അതന്നെ അദ്ദേഹം പരാമർശിക്കുന്നത്. പിണറായി വിജയൻ നാറി. അതുപോലെ തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലൊക്കെ ഈ നയമാണ് പിന്തുടരുന്നെങ്കിൽ അതിനേക്കാൾ നാറും. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, BJPയും പിണറായി വിജയനുമായി ബന്ധമുണ്ടെന്നുള്ള ആ ചീത്തപ്പേര് മാത്രം BJPയുടെ 1-2 സീറ്റെങ്കിലും കളഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ സഹായിച്ചു എന്നുള്ള പേരിൽ, നാളെ അജിത് കുമാറിനെ സഹായിച്ചു എന്നുള്ള പേരിൽ നാളെ ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വരിക. അജിത് കുമാറിനെ മാത്രം വരിക. അജിത് കുമാറിനെ കൊണ്ട് ജയിച്ചവരില്ലേ, അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ? എന്ത് അന്വേഷണം നടത്താത്തെ? ശബരിമല SIT അന്വേഷണം വരെയായി. അതിനെയൊക്കെ നിയന്ത്രിച്ചിരുന്ന അജിത് കുമാറാണ്. ഇപ്പം ശബരിമല കൊള്ളയ്ക്ക് ഇൻഡയറക്റ്റായിട്ട് ആരുടെ സഹായം കിട്ടി? അജിത് കുമാറിൻ്റെ സഹായം കിട്ടി. ഇത്തരം വിഷയങ്ങൾ നോക്കാതെ സതീശനും വലിയ രാഷ്ട്രീയം പറയാൻ പോയാൽ ഞങ്ങൾ നിയമം എല്ലാം പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ, അജിത് കുമാറിനെ നടപടിയെടുക്കുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കും. ഇതൊക്കെ പറയുമ്പം പ്രതിപക്ഷത്തിരുന്ന് അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ ന്യായങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ തന്നെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നാൽ മതിയായിരുന്നു. UDFൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരുന്നോട്ടെന്നേ. അദ്ദേഹത്തിന് സുഖം, നിങ്ങൾക്കും സുഖം, എല്ലാവർക്കും സുഖം അല്ലേ? പരസ്പരം പുറംചൊറിയുക എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ചെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ ഇപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഒരു വാക്ക് വരുന്നുണ്ടോ സതീശൻ്റെ കയ്യിൽ നിന്ന്? ഇടത്ത വർഷത്തെ നയങ്ങളെ വിമർശിക്കുന്നുണ്ടോ? എന്തേ വിമർശിക്കാത്ത? ശ്രീമതി ടീച്ചറിന് എല്ലാ സഹായം ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് മറ്റേ കേസ് കിടക്കുക ഏതാ? ഷാഫി പറമ്പലിനെതിരായിട്ട് കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ കേസ് കിടക്കുക. അതോടം വരെയായി. അതിനെന്ത് നടപടിയായി? ആരെയൊക്കെ ശിക്ഷിച്ചു? ഏത് നേതാവിനെ വിളിച്ചു? അപ്പോൾ ഇപ്പോൾ ഇവിടെ ആവേശം കാണിക്കുക. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈയിടിയും കൂടി ഉണ്ടെങ്കിൽ പരിപാടി CR പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഇവരുടെ എല്ലാം യുക്തി ഒറ്റ യുക്തിയാണ്. യു ടു ഹാവ് ഡൺ ഇറ്റ്. ലോജിക്കൽ ഒരു പ്രധാനപ്പെട്ടതാണ്. ഒരു നമ്മുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ പറയുന്ന ന്യായം യു ടു ഹാവ്, നീയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ കോട്ട് വെച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ യു ടു ഹാവ് ഡൺ ഇറ്റ് ലോജിക്കാണത്. അത് വളരെ അപ്ലൈ ചെയ്യുന്ന ലോജിക്കാണ്. അപ്പോൾ ഒരാൾക്ക് മാർക്ക് കുറവാണ്, അയക്കും കുറവാണ്. നമ്മളെ രക്ഷപ്പെടുന്ന ഒരു മാർഗ്ഗമാണ്. സ്കൂളിൽ എനിക്ക് മാത്രമല്ല ആ ന്യായം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിണറായി വിജയൻ ചെയ്തു, അവർ ചെയ്തു, അജിത് കുമാറിന് അവരും ചെയ്തില്ല. പിന്നെ പിണറായി ഇനി ഒന്നുകൂടെ എനിക്ക് പേടി, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട സംഘടന NSS ആണ്. NSSനും വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാർ. NSSനും വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാർ. അത്രയും പ്രശ്നം ശബരിമലയിൽ ഈ ലാത്തിച്ചാർജൊക്കെ ഉണ്ടാക്കിയിട്ടും അജിത് കുമാറിനെതിരായിട്ട് സുമാരൻ നായരൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ പൂരം കളിക്കാനെ പറ്റി സുമാരൻ നായരൊന്നും പറഞ്ഞിട്ടില്ല, അജിത് കുമാറിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ആരെ ജയിപ്പിക്കാനാണെങ്കിലും പൂരം കളിക്കാവോ? അപ്പം അത്തരം ചോദ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ DGPയുടെ കയ്യിൽ കിട്ടിയ ഫയൽ ഇവിടെ കൊണ്ടുപോകാമെന്ന് പറയാൻ അധികാരപ്പെട്ടവർ, ഇപ്പോൾ കരുണാകരനൊക്കെയാണ് അവൻ മുട്ടിലഴിഞ്ഞ് കൊണ്ട് കൊടുത്തേനെ, മുട്ടിലഴിഞ്ഞ് ഫയൽ കൊണ്ട് കൊടുത്തേനെ, പിണറായി ആണെങ്കിലും കൊടുത്തേനെ. എന്തേ ഇവരുടെ മുമ്പിൽ കൊടുക്കാതെ? മുട്ടിലഴിഞ്ഞ് കൊടുക്കണം, മാന്യമായിട്ട് കൊണ്ട് കൊടുക്കണം, മാന്യമായ സമയത്ത് സബ്മിറ്റ് ചെയ്യണം. ഒന്നാമതിനെ 15 ദിവസം റിപ്പോർട്ടിന് 15 ദിവസം എടുത്തു, ആഫീസിലുള്ള സമയമായി കൊടുത്തു കഴിഞ്ഞു. ഈ ഭരണം മാറിയില്ലായിരുന്നു. ഇപ്പോൾ അയാളാരാ? DGPയാണ് അല്ലേ? സത്യം. പക്ഷേ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇവരുടെ മുഖം കണ്ടോ, സതീശൻ്റെ ഒരു നാക്ക് കണ്ടിട്ടോ, രമേശ് ചെന്നിത്തലയുടെ വിനയം കണ്ടിട്ടോ, KC വേണുഗോപാലിൻ്റെ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോ കണ്ടിട്ടോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിച്ച വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഇങ്ങോട്ടും എലിയും പാറ്റയും പഴുതാരിയും ഒന്നും വിളിച്ചു വരുത്താനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. അത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും.